പ്രിയ ദേശനിവാസികളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം സൗജന്യമായിട്ട് കൊടുക്കുന്ന പാപമോചനം ഞങ്ങൾ ഒരിക്കൽ കൂടെ ഈ ദേശത്ത് ഘോഷിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നേ വരെ പാപമോചനം ലഭിച്ചിട്ടില്ല എങ്കിൽ, പ്രിയരെ, കർത്താവ് ചോദിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ പ്രാണനെ നേടുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? നോക്കുവിന്, നമ്മൾ ജനിച്ച നാൾ മുതൽ ഇവിടെ ബഹുസമ്പത്തിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചു. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ബഹുമാന്യ പാത്രമായിട്ട് തീരുവാൻ വേണ്ടി നമ്മൾ ഉത്സാഹിച്ചു. അധികാരത്തിന് വേണ്ടി നമ്മൾ പലരെയും വേദനിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കടന്നുപോയിട്ട് മനുഷ്യരുടെ എല്ലാം മുമ്പിൽ ഒരു സമ്പന്നനും എല്ലാവരുടെ മുമ്പിൽ ബഹുമാന്യനുമായിട്ടൊക്കെ ഒരുപക്ഷെ അവസാന നാളുകൾ വരെ നമ്മൾ ജീവിച്ചു വന്നിരിക്കാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ നമ്മുടെ നിത്യത എവിടെയാണ്? ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ യഥാർത്ഥമായിരിക്കുന്ന അകത്തെ മനുഷ്യനായിരിക്കുന്ന ആത്മാവ് നരകാഗ്നിയിലേക്കാണ് പോകുന്നതെങ്കിൽ നീ ഈ ഭൂമിയിൽ നേടിയത് എന്തോന്ന് പ്രയോജനം? ഒരുവൻ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞിട്ടല്ലാതെ, മനം തിരിഞ്ഞിട്ടല്ലാതെ നമുക്കൊരിക്കലും ഈ രക്ഷയുടെ പൂർണ്ണതയിലേക്ക് വരുവാൻ കഴിയത്തില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന സകല ജാതി മതസ്ഥരോടും പറയുന്നു, നമുക്കൊരു മരണമുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെ പറ്റി നിങ്ങൾ ഏറ്റവും വിലയേറിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊള്ളുവിന്. കാരണം നമ്മുടെ ഒരാളുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് വില സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതായതുകൊണ്ട് പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ പുരോഹിതന്മാർ പറഞ്ഞു തരുന്ന ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മതഭക്തി കൊണ്ടോ യാതൊന്നുകൊണ്ടും നമ്മുടെ ആത്മാവ് പാപമോചനം നേടുവാൻ സാധ്യമല്ല. ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപമോചനമാണ്. ആകയാൽ നോക്ക് പ്രിയരെ, നമുക്കൊരു പാപമോചനം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു മരണം എനിക്കുണ്ട്, അതിനുശേഷം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ നിങ്ങളോട് ദൈവം പല കാര്യങ്ങളിലും ഇടപെടുമായിരുന്നു. പക്ഷെ നമ്മൾ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പോകും, എങ്ങനെ നമ്മുടെ കുടുംബജീവിതം മുമ്പോട്ട് നടത്തും, എങ്ങനെയാണ് കടം വീട്ടുന്നത് ഇത്യാദി കാര്യങ്ങൾ, ലൗകികമായിരിക്കുന്ന കാര്യങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ആത്മാവിനെ പറ്റി ചിന്തിപ്പാൻ നമുക്ക് സമയം കിട്ടിയില്ല. എന്ന് മാത്രമല്ല, ആത്മാവിൻ്റെ കാര്യത്തെപ്പറ്റി നമുക്ക് ബോധം വരുത്തുവാൻ നമ്മുടെ മതപുരോഹിതന്മാർക്ക് കഴിഞ്ഞിട്ടുമില്ല. ആകയാൽ നോക്ക് പ്രിയരെ, ഞാൻ ഒരിക്കൽ ഈ ദേശത്ത് പ്രസംഗിച്ചതായതുകൊണ്ട് വളരെ വ്യക്തതയോടെ അല്പം കാര്യം മാത്രം പറഞ്ഞ് പ്രസംഗം നിർത്തുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക. സുവിശേഷം ഞങ്ങൾ അറിയിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ്. എന്ന് വെച്ചാൽ സുവിശേഷം അറിയിക്കുന്നവർക്ക് മാത്രമേ നിങ്ങളോട് സ്നേഹമുള്ളൂ എന്നുള്ളത് സാരം. അങ്ങനെയാണെങ്കിൽ നോക്ക്, പിന്നെ ആ കർത്താവ് പറഞ്ഞ ആ വചനം ഒരിക്കൽ കൂടെ ഞങ്ങളിവിടെ പറയുകയാണ്. നമ്മൾ ഒരു ദിവസം മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മുടെ നിത്യത എവിടെയാണ്? പ്രിയരെ, മരണം ഏത് സമയവും കടന്നു വരാവുന്ന ഒരു കാര്യമാണ്. ഇതിന്നെന്നോ നാളെയെന്നോ മറ്റന്നാളെന്നോ ഒന്നുമില്ല. എന്നാൽ ഈ ഭൂമിയിൽ നമ്മുടെ ചെറിയൊരു ആയുസ് ദൈവം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുകയാണ്. 50, 60, 40 അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴായിരിക്കുന്ന ഈ അനുഭവത്തിൽ യഥാർത്ഥത്തിൽ ഈ തിന്നും കുടിച്ചും ആനന്ദിച്ചും ഭൂമിയിൽ സമ്പത്തുണ്ടാക്കി മരിപ്പാനല്ല ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. പിന്നെ എന്താണ്? ഈ ചെറിയ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനും ദൈവത്തിൻ്റെ അടുക്കലേക്ക് എനിക്ക് പ്രവേശിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിക്കുന്നവനുമാണ് ബുദ്ധിമാന്. ആകയാൽ ക്രിസ്തീയ മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. ദൈവം ഒരുവനേ ഉള്ളൂ. ഏതൊരു മനുഷ്യനും ഏക സത്യദൈവത്തിലേക്ക് തിരിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആകയാൽ കേട്ടുകൊള്ളുവിന്, 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചുവെന്നും ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി അവൻ പാപിയും സാത്താന്റെ സന്തതിയുമായിട്ട് ആത്മാവിൽ രൂപാന്തരം ചെയ്യപ്പെട്ടത് വഴി അവന്റെ രക്തത്തിൽ പിറന്ന നമ്മളെല്ലാവരും പല ജാതി മതസ്ഥരായിട്ട് പിരിഞ്ഞ് എല്ലാവരും പാപം ചെയ്ത് മരിച്ചതിന് ശേഷം നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ നമ്മുടെ പാപമോചനം എന്താണ്? നമ്മുടെ ആത്മാവിനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കണം. അതുകൊണ്ട് പ്രിയരെ, ശ്രദ്ധ വെച്ച് കേൾപ്പിൻ, ചിന്തിച്ചു കൊള്ളുവിന്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുപ്പാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അതായത് ദൈവത്തിന്റെ കോടതിയിൽ ഒരു നിയമമുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മുടെ ആത്മാവിന്റെ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ നമുക്കാർക്കും കഴിയത്തില്ല. നമ്മൾ ലോകമെങ്ങും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നമ്മൾ സന്ദർശിച്ചാലോ, മതപരമായിരിക്കുന്ന ഭക്തിയിൽ നമ്മൾ സ്വർണം കൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങൾ നിർമ്മിച്ചു കൊടുത്താലോ, നമ്മൾ നമ്മുടെ സ്വത്തുവകൾ വിറ്റും നമ്മുടെ ചോര തന്നെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാലും പാപമോചനം നേടുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ ആത്മാവിൻ്റെ വില സർവ്വലോകത്തെക്കാളും വിലയേറിയതായതുകൊണ്ട് അതിൻ്റെ വീണ്ടെടുപ്പ് വില തുല്യമായിരിക്കുന്ന ഒരു തുക ദൈവകോടതിയുടെ മുമ്പിൽ കെട്ടിവയ്ക്കുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല. അതേപ്രകാരം നമ്മളൊരു കേസിലോ വഴക്കിലോ അകപ്പെട്ട് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ജാമ്യത്തിന് വേണ്ടി ഒരു തുക കെട്ടിവെക്കണം. കോടതി പറയും 2 ആൾ ജാമ്യം 50,000
രൂപ വീതമുള്ള 2 ആൾജാമ്യം, ആ തെറ്റിന് ആ കോടതിയുടെ അല്ലെങ്കിൽ എന്നാൽ തടവറയിൽ വിധിക്കപ്പെടുന്നതിൽ നിന്നെ വീണ്ടെടുക്കുവാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, ജാമ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ 50,000 രൂപ മതിയാകും. എന്നാൽ പ്രിയരെ, ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മുടെ പാപത്തിൽ നമ്മളെ വീണ്ടെടുപ്പാന് 50,000 അല്ല, 50 ലക്ഷം കോടിയുമല്ല, ഈ സർവ്വഭൂമിയും വിറ്റു തീർന്നാലും, ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾ തൂക്കി വിറ്റാലും നിന്റെ വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ കഴിയാത്തത് കൊണ്ട് ദൈവം നമ്മളോട് വെച്ച കരുണയാണ് ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ക്രിസ്തുവിന്റെ നിർദോഷവും വിലയേറിയതുമായിരിക്കുന്ന രക്തം, പൊന്നിനേക്കാളും വെള്ളിയേക്കാളും വിലയേറിയ നിർദോഷവും നിഷ്കളങ്കവുമായിരിക്കുന്ന തന്റെ ഏകജാതനായ പുത്രന്റെ രക്തമാണ് ദൈവ കോടതിയുടെ മുമ്പിൽ നമ്മുടെ വീണ്ടെടുപ്പ് വിലയായിട്ട് ദൈവം വെച്ചിരിക്കുന്നത്. നിങ്ങൾ എത്ര സമ്പന്നനാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനോളം വില നിങ്ങൾ ആ സമ്പത്തിന് കൊടുക്കാറില്ല. നിങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള വീട് വെച്ചാലും അതിന് തീ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെയാണ് നിങ്ങൾ ആദ്യമേ വീണ്ടെടുക്കുന്നത്. ആകയാൽ നോക്ക് പ്രിയരെ, നമ്മുടെ വീണ്ടെടുപ്പ് വിലയായിട്ട് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ യാഗം കഴിച്ചിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ആ യേശുക്രിസ്തു നമ്മുടെ ശരീരത്തിൽ ചെയ്ത എല്ലാ പാപത്തിന്റെയും ശിക്ഷ ചാട്ടവാർ അടിയേറ്റ് ശരീരം തകർക്കപ്പെട്ടവനും രാജാവാണെന്ന് താൻ സത്യം പറഞ്ഞത് വഴി മുൾക്കിരീടം തലയിൽ വെച്ചവനെ പരിഹസിക്കപ്പെട്ടുവെങ്കിലും നോക്കുവിന് നമ്മുടെ എല്ലാവരുടെയും പാപപരിഹാര ബലിയായിട്ട് നമ്മുടെ പാപഭാരം ചുമന്നുകൊണ്ടവൻ ഗോൽഗോഥ മലമുകളിലേക്ക് കടന്നുപോയി. യേശുക്രിസ്തു ചുമന്നു കൊണ്ടുപോയ മരക്കുരിശിന്റെ ഭാരം നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമടാണ്. അതൊരു പുണ്യവസ്തുവായിട്ട് നിങ്ങൾ ഇന്നും ആരാധിക്കുന്നു, അത് തെറ്റാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരമാണ് യേശുക്രിസ്തു തന്റെ തോളിൽ ചുമന്നത്. ആ തോളിൽ നമ്മുടെ പാപഭാരം ചുമന്ന് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് നമ്മുടെ എണ്ണമില്ലാത്ത രഹസ്യങ്ങളും പാപങ്ങളും ജന്മപാപങ്ങളും സ്വയം ചുമലിലേറ്റിയത് വഴി ദൈവ കോടതി നിന്റെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം അവന്റെ മേൽ വിധിപ്പാൻ തക്കവണ്ണം നിന്നെ സ്നേഹിച്ചു. നോക്ക് പ്രിയരെ, ഇത് മാത്രം ഞങ്ങൾ അറിയിക്കുന്നു. നമുക്കറിയാം നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത്? ആര് വന്നാലും നിന്റെ ഹൃദയത്തിന് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. ചിലർ വന്ന് പറയും, ഇതാ പുതിയൊരു പാലം പണിയുന്നു, നമുക്ക് അവനോട് സന്തോഷം. നമ്മുടെ ഈ വഴികൾ, ഈ റോഡുകൾ വിശാലമായിരിക്കുന്ന ഹൈവേ ആക്കി തീർക്കും, സന്തോഷം തന്നെ. പക്ഷേ പ്രിയരെ, എന്നാലും നിന്റെ ഹൃദയത്തിന്റെ വേദന മാറ്റിക്കളയുവാൻ അവന് കഴിയത്തില്ലല്ലോ. നിന്റെ അഗാധമായിരിക്കുന്ന ദുഃഖഭാരത്തിൽ നിന്ന് ആശ്വാസം നൽകി തരുവാൻ ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയത്തില്ലല്ലോ. അല്ല, നിന്റെ മതപുരോഹിതന്മാർക്കും ഇന്നേ വരെ നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവർ നിഷ്കർഷിച്ച മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ രാഹുകാലത്തെ ജയിപ്പാനോ പാപമോചനം നൽകി തരുവാനോ ക്രിസ്തീയ പുരോഹിതന്മാർക്ക് ഉൾപ്പെടെ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ പ്രിയരെ, ബൈബിൾ മതഗ്രന്ഥമല്ല, അത് ദൈവത്തിന്റെ പ്രവചന ഗ്രന്ഥമാണ്. അത് മനുഷ്യൻ മരിച്ചതിന് ശേഷം ഈ ഗ്രന്ഥം വെച്ചാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ സുവിശേഷ പ്രകാരം നിങ്ങളുടെ രഹസ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുന്ന നാളിൽ നമ്മളെല്ലാവരും മരിക്കുമെങ്കിൽ മരിച്ചതിന് ശേഷം സത്യദൈവമായിരിക്കുന്ന ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ പ്രിയരെ, നിങ്ങളുടെ കരങ്ങളിലേക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ബൈബിൾ വെച്ചാണ് നമ്മളെ ന്യായം വിധിക്കുന്നതും രക്ഷിക്കുന്നതും. ഒരിക്കലും മതപരമായിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ കീഴിലായിരിക്കുന്ന പള്ളികൾക്കോ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഉപദേശങ്ങൾക്കോ നമ്മളെ പാപമോചനം നൽകി തരുവാൻ കഴിയത്തില്ല. ബൈബിളും ക്രിസ്തീയ മതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ക്രിസ്തീയ മതപുരോഹിതന്മാർ പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും ബൈബിളിലുള്ള കാര്യങ്ങളല്ല, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമാണ്. അവർക്ക് ബൈബിൾ 2ാം കാര്യം, ദൈവവചനം 2ാം കാര്യം, ദൈവം 2ാം കാര്യം മാത്രം. ഒന്നാമത് അവരുടെ മതഭക്തി തെളിഞ്ഞു നിൽക്കുന്നു. ആകയാൽ നോക്ക് പ്രിയരെ, ആ യേശുക്രിസ്തു നമ്മുടെ പാപം ചുമന്ന് മരിച്ചത് വഴി ദൈവത്തിനും മനുഷ്യനുള്ള ശത്രുത നീങ്ങിപ്പോയിരിക്കുന്ന ഈ ക്രൂസിലെ ജയോത്സവം ഞങ്ങൾ ഘോഷിച്ചുവെന്നേ ഉള്ളൂ. ആകയാൽ യേശുക്രിസ്തു മരിക്കുകയും മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാൽ അവൻ മടങ്ങി വരുന്ന സമയമായിരിക്കാൽ പ്രിയരെ, നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഈ ലോകത്തെയാണോ അതോ മതത്തെയാണോ അല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരെയാണോ? അല്ല, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് വേണ്ടി ക്രൂസിൽ കഷ്ടം സഹിച്ച ക്രിസ്തുയേശുവിനെ തന്നെ. ആകയാൽ എല്ലാ ജാതി മതസ്ഥരുമായിട്ടുള്ളവരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മതപുരോഹിതന്മാരും ഉൾപ്പെടെയുള്ളവരോട് ദൈവത്തിന്റെ കൽപ്പന അറിയിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് സ്നാനമേൽക്കണം. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതഭക്തിയും പിതൃപാരമ്പര്യവും അല്ലയോ ക്രിസ്തീയ മതവിശ്വാസികളെ, നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് ആരാധിച്ചും അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് അനുവർത്തിച്ചും കൊണ്ടുവന്നിരിക്കുന്ന എന്തെങ്കിലും മതപരമായിരിക്കുന്ന ഭക്തിക്ക് പാപികളും ദോഷികളും എന്നുള്ള പദവിയിൽ നിന്ന് നിങ്ങളെ ഇന്നും വീണ്ടെടുപ്പാൻ കഴിഞ്ഞിട്ടില്ല. മറ്റുള്ളവരോട് ചോദിക്കട്ടെ, എല്ലാവരോടും രാഹുകാലത്തെ ജയിപ്പാൻ പോലും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആത്മാവിനൊരു സ്വാതന്ത്ര്യം നൽകി തരുവാൻ ഒരു മതത്തിനും അവരുടെ ഭക്തിക്കും ഉപദേശത്തിനും കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു. എല്ലാ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ ചങ്ങലകൾ തകർത്ത് കളഞ്ഞ് നമ്മളെ സ്വർഗീയമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വീണ്ടെടുപ്പാൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൽ അവൻ മാത്രമേ മടങ്ങി വരികയുള്ളൂ എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുമുണ്ട്.
മറ്റാരും മടങ്ങി വരാമെന്ന് പറഞ്ഞിട്ടില്ല. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞും ചെയ്തു അവരൊക്കെ നരകാഗ്നിയിലേക്ക് അല്ലെങ്കിൽ എന്താണ് കല്ലറയ്ക്കടിയിലേക്ക് അമർന്നുപോയി. എന്നാൽ യേശുക്രിസ്തു കല്ലറകളെ ഭേദിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ടും അവൻ മടങ്ങി വന്ന് അവനിൽ കാത്തിരിക്കുന്നവരെ രക്ഷിപ്പാനും അവന് വിരോധമായിട്ട് നിൽക്കുന്നവരെ ശിക്ഷിപ്പാനും ന്യായവിധിയിലേക്കും കൊണ്ടുവരുവാനും അധികാരമുള്ളവനായിട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളുമുള്ളവനായിട്ട് കടന്നു വരുമ്പോൾ നോക്ക് പ്രിയരെ, നിങ്ങൾ അവൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യത നേടേണ്ടതിന് മറ്റൊരു രക്ഷിതാവില്ല, മറ്റൊരുവൻ അവിടെ ഇല്ലാത്തത് കൊണ്ടും നമ്മളെ തള്ളിക്കളഞ്ഞാൽ നമ്മളെ രക്ഷിപ്പാൻ മറ്റൊരു നാമം ഇല്ലാത്തത് കൊണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നിങ്ങളോടുള്ള ആർദ്രതയാണ്, സ്നേഹമാണ്, നമ്മുടെ പാപമോചനമാണ് ദൈവം എല്ലാ മനുഷ്യരും കൂടി ആഗ്രഹിക്കുന്നത്. ആ പാപമോചനം നൽകി തരുന്ന ഏക കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നമ്മുടെ പാപപരിഹാര ബലിയായിട്ട് അർപ്പിക്കപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവരുമായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് നിങ്ങളെല്ലാവരും മനം തിരിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ മതവിശ്വാസികളും പുരോഹിതന്മാരും ഉൾപ്പെടെ മനം തിരിഞ്ഞേ പറ്റു പ്രിയരെ. നിങ്ങളുടെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പിതൃപാരമ്പര്യത്തിനോ ആരെയും രക്ഷിപ്പാൻ കഴിയത്തില്ല, നിങ്ങളെയും രക്ഷിപ്പാൻ കഴിയത്തില്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ പിതൃപാരമ്പര്യങ്ങളെയും മതഭക്തികളെയും പൗരോഹിത്യങ്ങളെയും തള്ളിക്കളഞ്ഞ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഏകരക്ഷകനായിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞതാണ് മാനസാന്തരം. അതിനുശേഷം യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ മരിക്കുന്നതാണ്